അനങ്ങോത് ഇത് അവിടെ മാറിക്കേ പറന്നോലെ ഇരുന്നല്ല അതിന് മരുന്നിക്കാൻ പോവാ ഞാൻ മരുന്ന് വെച്ചോ. തുറക്ക് പതുക്കെ പിടിക്കും. മഞ്ഞോട് കാണുന്നത് വെച്ചോ. എന്നിട്ട് അങ്ങനെ അടച്ചു വെച്ചാൽ ഇച്ചിരി നീരങ്ങോട്ട് പരിചയപ്പാ. അപ്പൊ അതൊക്കെ ഒത്തിരി ആക്കല്ലേ മതി. അതിന് ഞെക്കല്ലേ ഒടിഞ്ഞു പോകും. അപ്പൊ രണ്ടോ കുഴപ്പമില്ല പിടിച്ച്. ഇനി നമുക്കേ ഒരു സിം അടിച്ചാൽ അവനെ ഇറങ്ങാറാകുമ്പോൾ ഒന്നടിച്ച് മരുന്നിച്ചു വിടാം. ഹലോ ഗൈസ്, നമ്മള് സുബ്രഹ്മണ്യനെ ഇറക്കി വിടാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ ഈ 3 ദിവസം സുബ്രഹ്മണ്യൻ നമ്മുടെ കൂടെ ആയിരുന്നു. നമ്മള് ഇതിന് മഞ്ഞള് ഒക്കെ വെച്ച് അതിന്റെ ഉറുവൊക്കെ ഉണക്കി ഇതിന് നമ്മൾ തുറന്നു വിടാൻ പോകുവാണ് ഗൈസ്. ഇപ്പൊ തന്നെ നമ്മൾ തുറന്നു വിടാൻ പോകുന്ന സ്ഥലം നമ്മുടെ ഇത്രയും ദിവസം സുബ്രഹ്മണ്യൻ ഇപ്പൊ നമ്മുടെ അടുത്ത് ഇണങ്ങി എൻ്റെ കയ്യിലുള്ള തീറ്റെല്ലാം വാങ്ങിക്കും, എൻ്റെ കയ്യിൽ വന്നിരിക്കും. ഇപ്പൊ നമ്മുടെ സുബ്രഹ്മണ്യൻ നമ്മൾ വിട്ടു പോകാൻ പോകുകയാണ്. നമ്മൾ ആദ്യം വിചാരിച്ചു ഇതിനെ വിടണ്ട, നമ്മുടെ ഒപ്പം കൂട്ടാന്ന്. അപ്പോൾ വിചാരിച്ചു. അപ്പോൾ കുഞ്ഞാട്ടൻ പറഞ്ഞു ഇതിന് കുടുംബങ്ങളൊക്കെ ഉണ്ടാവൂലേന്ന്. അപ്പോൾ ഇതിൻ്റെ കുടുംബങ്ങൾ ഉണ്ടാവും വിചാരിച്ച് ഞങ്ങൾ ഇതിനെ അതിൻ്റെ തന്നെ സ്ഥലത്ത് കൊണ്ടുവന്നിടാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. സുബ്രഹ്മണ്യനെ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയാന്ന് അറിയാമോ? അച്ഛൻ വർക്കിന് പോയിട്ട് വന്നപ്പോൾ ഒരു കാറ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വന്നപ്പോൾ സുബ്രഹ്മണ്യനെ ഇടിച്ചു. അപ്പോൾ അത് ബോധമില്ലാണ്ട് കിടക്കുമായിരുന്നു. അച്ഛനെടുത്തതിന് ബോധമുണ്ടോയെന്ന് നോക്കിയിട്ട് ഒരു ബോക്സിലിട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ നിന്നു. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് സുബ്രഹ്മണ്യനെ കാണുന്നത്. ഇപ്പം തിരിച്ചു വിടാൻ പോകണം അതേ സ്ഥലത്ത് തന്നെയായിട്ട് നമ്മൾ കൊണ്ടുവന്ന് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കാലിനെന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു. കാലിനും പിന്നെ ബോഡിക്കും എന്തോ, ബോഡി മൊത്തം ചതഞ്ഞ് ഒരിതായിട്ടിരിക്കുമായിരുന്നു. പിന്നെ കാലിന് നല്ല പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി ഒരു വാക്സിനല്ല ഒരു മരുന്നെടുത്തിട്ട് ഞങ്ങളിപ്പോൾ അതിനെ കൊണ്ടുവന്നിടാൻ പോവുകയാണെന്നല്ല എത്തി സ്ഥലത്ത്. ദേവനല്ലേ അവിടെ സൈഡിലാ. ബാ സുബ്രഹ്മണ്യൻ്റെ അടുത്ത് കൈ പിടിക്കും. ഇവിടേക്ക് സാച്ചെന്നാവില്ലുണ്ടെങ്കിൽ തുറന്ന് കൈ പിടിക്കും. പറന്നുകൊണ്ട് പിടിക്കും കേട്ടോ. ദേവനും കൂടെ പിടിക്കും. രണ്ട് പത്ത് പിടിക്കും. ഒടിക്കുകയും ചെയ്യരുത്. അതൊക്കെ വളരെ സേഫായിട്ട്. വിട്ടോ കൈ പിടിച്ചുമ്പോ കൈ പിടി. അതിന് എറിയൊന്നും വേണ്ട. കൈ പിടിക്കാൻ പറഞ്ഞോളൂ. തന്നെ വിട്ടേ. പറന്നു നോക്കിയാൻ പറത്തു വിട്ടേ പോണല്ലേ. സൈഡിലേക്ക് കൂട്ടി കാട്ടിലേക്ക് ഇരുന്നു. പുറന്നു പോലും ഇല്ല, കുഴപ്പമില്ല. ഞാൻ പറക്കും. പോയിരിക്കുന്നു. അങ്ങോട്ട് പോയി. വിളിച്ചു പിടി. അപ്പോൾ നമ്മൾ സുബ്രഹ്മണ്യനെ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. അവൻ സുഖമായിട്ട് ജീവിക്കട്ടെ.